രാഹുലെ 2 മണിക്കൂർ മുമ്പ് ഞാനൊരു ലിങ്ക് രാഹുലിന് അയച്ചിരുന്നു. അത് ഓപ്പൺ ചെയ്ത് വായിച്ചോ എന്ന് എനിക്കറിയില്ല. നടൻ സിദ്ദിഖിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. ഞാനൊന്ന് വായിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉന്നതതല നേതാക്കളോട് ഒരു വാക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭിച്ച തിളക്കമാർന്ന വിജയത്തിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും അല്പം ബേജാറിലാണ്. ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധ നിലപാടുകളോടുമുള്ള എതിർപ്പാണ് കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നയിക്കാൻ പ്രാപ്തരായ ഒരു നേതാവുണ്ടെന്ന ഉറച്ചൊരു വിശ്വാസം കൂടി ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റിൽ വിജയിച്ച് UDF അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരേ ഒരു നേതാവ്, ഒരു സാമുദായിക നേതാക്കളുടെയും തിണ്ണനിറങ്ങാത്ത, ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത, ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു നേതാവ്. അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും. ആ വിശ്വാസം തകർക്കരുത്. അധികാര വടംവലികൾക്കിടയിൽ ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയും മറ്റൊരാൾ ആ പദവിയിലേക്ക് വരരുത്. ഞങ്ങൾ സഹിക്കില്ല, പൊറുക്കില്ല. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. VD സതീശൻ എന്ന ഒരേ ഒരു നേതാവിനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും മുഖ്യമന്ത്രിയെ സങ്കല്പിക്കാൻ ഞങ്ങൾക്കാവില്ല. കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ നേതാക്കളുടെ അഭിപ്രായം മാത്രം കണക്കിലെടുക്കാതെ ജനങ്ങളുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. ഓർമ്മ വച്ച നാൾ മുതൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കൊപ്പം നിന്ന K കരുണാകരനും ഉമ്മൻചാണ്ടിയും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കൈകുപ്പിയുള്ള അപേക്ഷയാണ്. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരേ ഒരു പേര് മാത്രം, VD സതീശൻ എന്ന ജനനായകൻ്റെ പേര്. നല്ലത് വരട്ടെ, നല്ലതേ വരാവൂ, സിദ്ദിഖ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു 2 മണിക്കൂർ മുമ്പ് എന്നെ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. നിലപാട് ഒരു നായകൻ്റെ അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ നിലപാടാണ്. ചലച്ചിത്ര മേഖലയിൽ പലപ്പോഴും നമുക്കറിയാം, പലരും രാഷ്ട്രീയം ഒളിച്ചു വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകാറുള്ളത്. ഉണ്ണിമൂന്നനെ പോലുള്ള കുറച്ചാളുകൾ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അവർ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് തോന്നുന്നു സൂപ്പർ താരങ്ങളിൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ വശങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത്. ലാലേട്ടൻ അടക്കമുള്ളവർ അവരുടെ രാഷ്ട്രീയ വശങ്ങളെ മനസ്സിലടക്കി പിടിച്ച് നിൽക്കുമ്പോൾ സിദ്ദിഖിനെ പോലെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു താരം, നായകൻ എന്നല്ല അദ്ദേഹം ഒരു താരമാണ്, ഒരു ചലച്ചിത്ര താരം, തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ പോസ്റ്റ് വൈറലാണ്. ശരിക്കും VD സതീശനെ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ അതിനർത്ഥം? യഥാർത്ഥത്തിൽ VD സതീശൻ നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമുക്കറിയാം. UDF സംവിധാനം കുറേ കാലങ്ങളായിട്ട് അടിസ്ഥാനപരമായിട്ട് സംഘടനാ സംവിധാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നൊരു പാർട്ടി സംവിധാനമാണ്. ആ ഒരു പാർട്ടി സംവിധാനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും മുന്നോട്ട് നയിക്കാൻ VD സതീശൻ എന്നൊരു നേതാവിന് കഴിഞ്ഞിരുന്നു. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തോൽക്കും എന്ന് CPM 100 തവണ ആണയിട്ട് പറയുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് 100+ സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും ആരും വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്, 100+. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്കാണെങ്കിലും അവിടുത്തെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന UDFൻ്റെ അണികളുടെ ഇടയിലേക്കാണെങ്കിലും ഇത് ചെന്നു. ഞങ്ങളുടെ നേതാവ് പറയുന്നുണ്ട് 100+ സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. അത് അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വീട് കയറി വോട്ട് ചോദിക്കാൻ പോകുന്ന UDFൻ്റെ നേതാക്കന്മാരാണെങ്കിലും നിങ്ങൾ അധികാരത്തിൽ വരുമോടെ എന്ന് സാധാരണപ്പെട്ട ആൾക്കാർ ചോദിക്കും. ഒരു വീട്ടിലേക്ക് കടന്നില്ലുകയാണ് ഒരു UDFൻ്റെ നേതാവ്. അപ്പോൾ ചോദിക്കും, നിങ്ങളുടെ നേതാവ് അധികാരത്തിൽ വരുവോടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് കേട്ടില്ല, ഞങ്ങൾ 100+ സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയാൻ VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ കൊണ്ട് ആയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ VD സതീശൻ മാത്രമല്ല, കോൺഗ്രസിലെ നേതാക്കൾ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മറ്റൊരുപാട് ആളുകളുണ്ട്. ഷാഫി പറമ്പിലിനെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് തെരഞ്ഞെടുപ്പിൽ നിലനിന്ന ഒരാളാണ് ഷാഫി. ഓടി നടന്ന ഒരാളാണ്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല. ഇതിനും, അതായത് VD സതീശന് കിട്ടുന്ന സംഘടന
UDF സംവിധാനമുണ്ടല്ലോ, അതിനു മുമ്പിട്ട് 5 കൊല്ലക്കാലം കൃത്യമായിട്ട് എത്ര ആക്ഷേപങ്ങൾ കൃത്യമായിട്ട് പിണറായി വിജയന് എതിരെ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ VD സതീശന് കിട്ടുമ്പോഴുള്ള പിണറായി വിജയന്റെ മുഖഛായ എന്ന് പറയുന്നത് ഒരു കള്ളൻ എന്ന് പറയുന്ന ഒരു ഇമേജിലാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് കൊണ്ടെത്തിച്ചത്. അത്രയും വലിയ ഇമ്പാക്റ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു കോവിഡ് ഉണ്ടാകുന്നത്. കോവിഡിൽ LDF ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. LDFനെ സംബന്ധിച്ച് LDFിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ്. അപ്പോൾ DYFI ആണെങ്കിലും SFI ആണെങ്കിലും CPM ആണെങ്കിലും CPI ആണെങ്കിലും അങ്ങനെ ഇവരുടെ ഒരു കോർ സംവിധാനമുണ്ട്. അതെ, ഏരിയ കമ്മിറ്റി ആണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിലും ഇങ്ങനെ കമ്മിറ്റികൾ നിറയാണ്. അപ്പോൾ കോവിഡ് ഉണ്ടായ സമയത്ത് ആഹാരമില്ലാതെ വിശന്ന് വലഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ഇതിൻ്റെ എല്ലാം സംഘടനാ ദൗർലഭ്യം നമുക്കറിയാം. ഇവരൊരു എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഘടനാ സംവിധാനം. പക്ഷെ അവർക്ക് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സ്ട്രക്ചറായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് എത്താൻ കഴിയും. ഇനി അത്രയും, അതായത് LDF ചെയ്യുന്നതിൻ്റെ അത്രയും UDF എത്തണമെങ്കിൽ LDF എടുക്കുന്ന 100 ഇരട്ടി പണി യൂത്ത് കോൺഗ്രസ് ആരും എടുക്കണം. അങ്ങനെ എടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും ഈ UDFകാർക്കൊന്നും കയറി ചെല്ലാൻ കഴിയില്ല. അപ്പോൾ അവിടേക്ക് കൃത്യമായിട്ട് പാർട്ടി കോട്ടകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളെല്ലാം LDFിൻ്റെ കയ്യിലാണ്. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ കൂടി ചേർന്നിട്ടാണ് അവിടെയുള്ള ഈ ജനസമ്പർക്കത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതൽ അതിലേക്ക് LDFിൻ്റെ ആളുകളെ അല്ലെങ്കിൽ DYFIയുടെ SFIയുടെ ആളുകളെയാണ് കൂടുതലും കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അവരാണ് വീടുകളിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നതാണെങ്കിലും UDFിൻ്റെ കയ്യിലുള്ള പഞ്ചായത്തുകളിലേക്ക് ആണെങ്കിൽ പോലും LDF എന്ത് ചെയ്യും? സർക്കാർ സംവിധാനം ഉണ്ടായതുകൊണ്ട് അതിനെതിരെ ഒരു പുതിയ സാധനം ഉണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ കൊടുക്കും. അവിടെ മത്സരമായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു പൊക്കൊണ്ടത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് LDFിന് എത്താൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത്. കാരണം ഒന്ന് സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു, പഞ്ചായത്തുകൾ കയ്യിലുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തുകൾ കയ്യിലുണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ടായിരുന്നു, അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഭരണം തങ്ങളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായതുകൊണ്ട്, പൈസ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ UDFകാർക്ക് എന്താണ്? ഇതൊന്നുമില്ല. സ്വന്തം കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും UDFകാരുടെ കയ്യിൽ നിന്ന് തന്നെ പിരിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. LDFിന് കിട്ടുന്ന പോലെ പണത്തിൻ്റെ ഒരു ഒഴുക്കൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അത് LDFിന് തന്നെയാണ് ഗുണം ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ 4 കൊല്ലം നമ്മുടെ രമേശ് ചെന്നിത്തല എടുത്ത പണി അത് വെറുതെയായി എന്നൊരു യാഥാർത്ഥ്യമാണ്. 3 കൊല്ലം അദ്ദേഹം പിണറായി വിജയനെതിരെ ഉന്നയിച്ച കാര്യങ്ങളാണെങ്കിൽ ആ സമയത്ത് മത്സരം നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും UDF തന്നെ വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. കാരണം അത്രത്തോളം LDFിന് മടുത്തൊരു സാഹചര്യമാണ്. പക്ഷേ ആ കോവിഡ് കാലഘട്ടം തൊട്ട് UDFിന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടായി. കാരണം 2018 പ്രളയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും LDFിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം ഒന്നിച്ചപ്പോഴും അത് കഴിഞ്ഞിട്ട് ഈ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രളയ ഫണ്ട്, OK ഫണ്ട്, അപ്പോൾ ഇതെല്ലാം തട്ടിപ്പ് നടത്തിയത് ജനങ്ങൾക്കറിയാം. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജിൽ നിന്നും അവസാനം നമ്മളെ സഹായിക്കാൻ, അതായത് ആപത്ത് കാലത്ത് സഹായിക്കാനുണ്ടായിരുന്ന അയൽപ്പക്കത്തെ പയ്യന്മാർ, അവരുടെ പാർട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് CPMനാണ് വോട്ടുകളെല്ലാം പോയത്. ഈ കീഴ്ഘടകങ്ങളുടെ വർക്ക് മേൽഘടകത്തിന് വോട്ടായി. തീർച്ചയായിട്ടും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ LDFിൻ്റെ തന്നെ വലിയൊരു അവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികളെല്ലാം ഇല്ലാതായി. ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ വെറുതെ പേരിന് മാത്രമാവുന്നൊരു സാഹചര്യമായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ഈ പാർട്ടി സംവിധാനം കൈകാര്യം ചെയ്യാൻ കിട്ടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനും അപ്പുറത്തുള്ള ഭരണപക്ഷത്തെ കൃത്യമായിട്ട് എതിർക്കാനുമുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ടുപോയി 5 കൊല്ലക്കാലം കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുഖമായിട്ട് മാറി. അപ്പോൾ VD സതീശനെയും മാത്രമല്ല രമേശ് ചെന്നിത്തലയും തള്ളിക്കളയാൻ കഴിയില്ല. സീനിയോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് യഥാർത്ഥത്തിൽ VD സതീശനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ KC വേണുഗോപാലിനെ ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാം സീനിയർ നേതാവാണ്. ഈ I ഗ്രൂപ്പും A ഗ്രൂപ്പും ശക്തമായിട്ട് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇവരെല്ലാം
തൻ്റെ ഐ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. പിന്നീട് ഈ ഗ്രൂപ്പ് എല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കയ്യിലാണ് സംവിധാനം ഇരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നത് കൊണ്ട് തന്നെ VD സതീശനോടൊരു പ്രത്യേക അനുകമ്പയുണ്ട്, അല്ലെങ്കിൽ അവർ VD സതീശനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വാലിഡായിരുന്നു. അത് വലിയ രീതിയിൽ UDFന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം 10 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പ് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം പാർട്ടിയിൽ ഒരു അധികാരമില്ല. അദ്ദേഹം ഒരു നേതാവായിട്ട് പോലും അദ്ദേഹത്തിനെ കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു അധികാര പദവികളും കൊടുത്തില്ലായിരുന്നു ഈ 10 കൊല്ലക്കാലമായിട്ട്. അപ്പം ഇതെല്ലാം അദ്ദേഹം കടന്നു വന്നൊരു കാലഘട്ടമാണ്. എന്നിട്ട് പോലും പാർട്ടിയെ തള്ളിപ്പറയാനോ പാർട്ടിക്കെതിരെ ഒരു പരാമർശം നടത്താനോ അദ്ദേഹം മുതിർന്നിട്ടില്ല. ഇനിയാണെങ്കിൽ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ പോലും അദ്ദേഹം ഒരു പരാതിയും പറയാതെ പോകാൻ പോകുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ കഴിയില്ല. VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടാൻ ഒരുപാട് പേരുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിൽക്കാൻ ഒരുപാട് പേരുണ്ട്, KC വേണുഗോപാലിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് AICC ആണ് നിയമിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെയും മുഖം കാണിച്ചല്ല. ഇപ്പോൾ AICC തന്നെ പറഞ്ഞു, നമ്മൾക്ക് മുഖ്യമന്ത്രി മുഖമില്ല, മുഖ്യമന്ത്രി ഇന്നാൾ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം, വിജയമുണ്ടായതിനു ശേഷം എല്ലാവരും കൂടി ആലോചിച്ച് നല്ലൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. നല്ലൊരു മുഖ്യമന്ത്രിയെ തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് AICC തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പോരാടാം, വഴക്കുണ്ടാക്കാം, നമുക്ക് ചൂണ്ടിക്കാട്ടാം.